യുദ്ധം, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, മതങ്ങൾ തമ്മിൽ യുദ്ധം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും യുദ്ധം. എന്തിന് തൊട്ടടുത്ത പറമ്പിൽ നിൽക്കുന്ന മരത്തിൽ നിന്നും ഒരു കരിയില പാറി നമ്മുടെ മുറ്റത്ത് വന്ന് വീണാൽ ഒരു പക്ഷേ അവിടെയും ഉണ്ടാവും ഒരു കൊച്ചു യുദ്ധം. മനുഷ്യൻ്റെ ഇത്തരം കലഹങ്ങൾക്ക് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് പറയും മുമ്പ് ഒരു പഴയ യുദ്ധത്തിൻ്റെ കഥ പറയാം. മനുഷ്യൻ്റെ ഇത്തരം കലഹങ്ങൾക്ക് ഒരുപക്ഷെ മനുഷ്യനോളം തന്നെ പഴക്കമുണ്ടായേക്കാം. പക്ഷേ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ ആദ്യകാല യുദ്ധങ്ങളിൽ ഒന്നുണ്ട്. അത് നടന്നത് BC 2500-കളിൽ മെസോപ്പൊട്ടാമിയയിലാണ്, അതായത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത്. അന്നവിടെ ലഗാഷ്, ഉമ്മ എന്നിങ്ങനെ പേരുകളുള്ള 2 നഗര രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ 2 നഗരങ്ങൾക്കുമിടയിൽ ഗു എഡിൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കൃഷിഭൂമി. ടൈഗ്രിസ് നദിയിൽ നിന്നുമുള്ള കനാലുകൾ വഴിയാണ് ഈ കൃഷിഭൂമിയിലേക്ക് വെള്ളമെത്തിയിരുന്നത്. അങ്ങനെയിരിക്കെ ഈ കൃഷിഭൂമിയെ ചൊല്ലിയും നദീജലത്തെ ചൊല്ലിയും ഈ 2 നഗരരാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉടലെടുക്കാൻ ആരംഭിച്ചു. ഇതേ തുടർന്ന് ഉമ്മയിലെ ആളുകൾ അതിർത്തിയിലെ കല്ലുകൾ എടുത്തു മാറ്റുകയും ലഗാഷിലേക്ക് പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തുകയും ചെയ്തു. തന്റെ നാട്ടിലെ കൃഷിയും കുടിവെള്ളവും മുടങ്ങിയതോടെ ലഗാഷിലെ രാജാവ് അസ്വസ്ഥനായി. അയാൾ തന്റെ സൈന്യവുമായി പോരിനിറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ചെറിയ അതിർത്തി തർക്കം ചെന്ന് നിന്നത് ക്രൂരമായൊരു യുദ്ധത്തിലേക്കായിരുന്നു. ആ യുദ്ധം ജയിച്ചു വന്ന ലഗാഷിലെ രാജാവ് അവിടെ കല്ലിൽ പണിത ഒരു യുദ്ധ സ്മാരകവും സ്ഥാപിച്ചു. ഇന്ന് നമ്മുടെ ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റില്ലി ഓഫ് വൾച്ചേഴ്സ് അഥവാ കഴുകന്മാരുടെ സ്മാരകം എന്നാണ്. അതിന് കാരണം ആ കല്ലിൽ കൊത്തിവെച്ചിരുന്നത് അന്ന് ആ യുദ്ധത്തിൽ തോറ്റുമരിച്ച ഉമ്മയിലെ സൈനികരുടെ തലകൾ കഴുകന്മാർ കൊത്തിവലിക്കുന്നതിനെ പറ്റിയായിരുന്നു. അന്നത്തെ ആ ക്രൂരമായ യുദ്ധത്തിനും നമ്മൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾക്കുമൊക്കെ പിന്നിൽ ഒരുപക്ഷെ നമ്മൾ കടന്നു വന്ന പരിണാമ വഴികളിൽ വേട്ടയാടി ജീവിച്ചിരുന്ന ആ ഗുഹാമനുഷ്യന്റെ ബാക്കി ശേഷിപ്പുകൾ നമ്മുടെ സ്വഭാവത്തിൽ ഇന്നും ഉള്ളതുകൊണ്ടാവാം. അന്ന് കാട്ടിൽ സംഘങ്ങളായി വേട്ടയാടിയിരുന്ന നമ്മൾക്ക് ഒരു പുതിയ ആളെയോ അല്ലെങ്കിൽ മറ്റൊരു സംഘത്തെയോ കാണുമ്പോഴുണ്ടായിരുന്ന അതേ ഭയവും ശത്രുവാണെന്ന തോന്നലും നമ്മുടെ ഉള്ളിൽ ഇന്നുമുണ്ട്. അന്ന് അവർക്കത് അതിജീവനത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇന്നത് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ദേശീയതയുടെയും ഒക്കെ പേരിലാണ് എന്ന് മാത്രം. മനഃശാസ്ത്രജ്ഞനായ ഹെൻറി താജ്വെൽ മുന്നോട്ട് വെച്ച സോഷ്യൽ ഐഡന്റിറ്റി തിയറി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ആളുകളെ നമ്മുടേത് അവരുടേത് എന്ന് വേർതിരിക്കും. നമ്മുടെ ഗ്രൂപ്പാണ് കേമമെന്ന് വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ ഗ്രൂപ്പിലെ ഒരാൾക്ക് വേദനിക്കുമ്പോൾ പ്രതികരിക്കുന്ന നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് അപ്പുറത്തെ ഗ്രൂപ്പിന് വേദനിക്കുമ്പോൾ അത്ര കണ്ട് പ്രതികരിക്കാറില്ല. ഇതിനെയാണ് എമ്പതി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. യുദ്ധങ്ങൾക്ക് ആഹ്വാനം നടത്തുന്നവർ മനുഷ്യന്റെ ഇതേ ദൗർബല്യത്തെ തന്നെയാണ് ചൂഷണം ചെയ്യുന്നത്. ചരിത്രത്തിൽ പലപ്പോഴും മതവും ദേശീയതയും ഒക്കെ ഇത്തരം യുദ്ധങ്ങൾക്ക് ഇന്ധനമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കാട്ടിലെ ആ പഴയ ഇരുകാലി മൃഗത്തിൽ നിന്നും മനുഷ്യനായി മാറേണ്ടതുണ്ട് നമ്മൾ. യുദ്ധങ്ങൾ ഇല്ലാതിരിക്കട്ടെ.